അതിന് എന്ത് ചെയ്യണം, നൈഫോ അതിനെ കത്രിക അങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം നൈഫില്ലേ, ഈ കടയിൽ പോയി കഴിഞ്ഞാൽ ഈ കാർഡ്ബോർഡ് ഷീറ്റ് ഒക്കെ മുറിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നൈഫ് കിട്ടും. ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും. അത് എടുക്കുക. എന്ത് ചെയ്യുക, 2 കാർഡ്ബോർഡ് ഷീറ്റ് വരച്ച ആ ഒരു വൃത്തം ആ ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് എടുത്ത ആ 2 കാർഡ്ബോർഡ് ഷീറ്റ് വൃത്തങ്ങൾ എന്ത് ചെയ്യുക, എടുക്കുക. അതിന് ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വൃത്തം എടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ വയ്ക്കുക. 2 കാർഡ്ബോർഡ് ഷീറ്റ് മുറിച്ചെടുത്തില്ലേ, അതിൽ കാർഡ്ബോർഡ് ഷീറ്റ് എന്ത് ചെയ്യുക, നിലത്ത് വയ്ക്കുക. എന്നിട്ട് അതിന് മീതെ കുറച്ച് വർക്കിംഗ് ഉണ്ട്. അതിന് മീതെ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ ഭാരം തോന്നിക്കാനായിട്ട്, ഭാരം ഉണ്ടാക്കാൻ എന്ത് വേണം, കുറച്ച് കാര്യങ്ങൾ വേണം. 2-3 കല്ല്. നിങ്ങൾ കല്ലിങ്ങനെ എടുക്കുമ്പോൾ നല്ല വലുപ്പമുള്ള കല്ല് വേണം. മന്ദക്ക പോലുള്ള കല്ല്, അത്യാവശ്യം നല്ല വലുപ്പം നീളമുള്ള കല്ല്, നല്ല ഒരു വണ്ണം വേണം. ഒരു കല്ല് നല്ല രീതിയിൽ വണ്ണം നീളമുള്ള കല്ലെടുക്കുമ്പോൾ അത് നിങ്ങൾ എടുത്തെന്ന് വിചാരിക്കുക. അടുത്ത് നിങ്ങൾ എടുക്കുമ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള കല്ല് എടുക്കരുത്. നിങ്ങൾ എടുക്കാൻ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം കല്ലെടുത്തില്ലേ, അതേ കല്ലിൻ്റെ അതേ വണ്ണം അതേ നീളമുള്ള കല്ല്, അത് 2 കല്ലും കൂടി എടുക്കുക. മൊത്തത്തിൽ 3 കല്ല് വേണം. ഒരു കല്ല് നല്ല വണ്ണവും സൈസൊക്കെ ഉള്ള കല്ല് എടുത്തു കഴിഞ്ഞാൽ അതേ കല്ലിൻ്റെ വണ്ണം സൈസ് ഉള്ള 2 കല്ല് നിങ്ങൾ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 3 കല്ല് ഈ കാർഡ്ബോർഡ് ഷീറ്റ്, നമ്മൾ മുറിച്ച് വെച്ച കാർഡ്ബോർഡ് ഷീറ്റില്ലേ 2 അതിലൊന്ന് നമ്മൾ എടുത്തില്ലേ, അതിന് മീതെ വയ്ക്കുക. വയ്ക്കുന്ന രീതിയുണ്ട്.